പ്രിയപ്പെട്ടവരെ, വേദജ്യോതിഷപ്രകാരം അതിപ്രധാനമായ ഒരു ഗ്രഹസംയോഗത്തിന് സാക്ഷ്യം വഹിക്കാൻ നമ്മുടെ പ്രപഞ്ചമൊരുങ്ങുകയാണ്. 2025 മെയ് മാസം 3-ാം തീയതി ചൊവ്വയും ചന്ദ്രനും ഒരുമിക്കുന്ന അപൂർവ നിമിഷത്തിൽ മഹാലക്ഷ്മി രാജയോഗം ഉദയം ചെയ്യും. പേര് സൂചിപ്പിക്കുന്നതുപോലെ ഈ മഹാഭാഗ്യയോഗം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വാതിലുകളാണ് തുറന്നുതരിക. 12 രാശികളെയും ഇത് സ്വാധീനിക്കുമെങ്കിലും ചില പ്രത്യേക രാശിക്കാർക്ക് ഭാഗ്യദേവതയുടെ സവിശേഷമായ കടാക്ഷം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ പ്രപഞ്ച സംഭവം വ്യക്തികളിൽ മാത്രമല്ല, ഈ ഭൂമിയിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്താൻ പ്രാപ്തമാണ്. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ രാജയോഗത്തിന്റെ പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കുക എന്നും അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാമെന്നും നമുക്ക് വിശദമായി നോക്കാം. കന്നിരാശി. ആദ്യം കന്നിരാശിക്കാരെക്കുറിച്ച് പറയാം. ഈ കാലഘട്ടം നിങ്ങൾക്ക് പ്രത്യേകിച്ചും ശുഭകരമാണ്. നിങ്ങളുടെ വരുമാന ഭാവത്തിലാണ് മഹാലക്ഷ്മി രാജയോഗം രൂപം കൊള്ളുന്നത്. അതുകൊണ്ടുതന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിതവും ഗണ്യവുമായ പുരോഗതി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ധനം പല വഴികളിലൂടെ നിങ്ങളിലേക്ക് ഒഴുകിയെത്തും. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. കൂടുതൽ പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങളും ചുമതലകളും നിങ്ങളെ തേടിയെത്താം. ഇത് നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ വലിയ വിജയങ്ങൾ സമ്മാനിക്കും. ഓഹരി വിപണി, ലോട്ടറി പോലുള്ള നിക്ഷേപമാർഗങ്ങളിൽ നിന്നും ലാഭം നേടാനുള്ള സാധ്യതകളും തെളിഞ്ഞുവരുന്നു. മാത്രമല്ല, വ്യക്തിബന്ധങ്ങളിലും ഈ യോഗം ഗുണകരമാകും. സ്നേഹബന്ധങ്ങൾ ദൃഢപ്പെടും. കുടുംബത്തിൽ സന്തോഷവും ഐക്യവും കളിയാടും. കലാപരവും സൃഷ്ടിപരവുമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം ബഹുമാനവും കീർത്തിയും നേടാൻ ഏറ്റവും അനുയോജ്യമാണ്. ചുരുക്കത്തിൽ, കന്നിരാശിക്കാർക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും വ്യക്തിപരമായ കാര്യങ്ങളിലും ഉണർവും വിജയവും നൽകുന്ന ഒരു സുവർണ കാലഘട്ടമാണിത്. തുലാം രാശി. ഇനി തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഈ യോഗം എന്തു നൽകുമെന്ന് നോക്കാം. നിങ്ങളുടെ കർമ്മഭാവത്തിലാണ് ഈ രാജയോഗം രൂപപ്പെടുന്നത്. ഇത് നിങ്ങളുടെ തൊഴിൽപരവും ബിസിനസ് സംബന്ധവുമായ കാര്യങ്ങളിൽ വലിയ പുരോഗതിക്ക് വഴിയൊരുക്കും. സ്നേഹബന്ധങ്ങളും വ്യക്തിജീവിതവും കൂടുതൽ ശോഭനമാകും. നിങ്ങൾ ആസൂത്രണം ചെയ്ത സാമ്പത്തിക പദ്ധതികൾ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കും. കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലയളവിൽ വലിയ പ്രശസ്തിയും ആദരവും ലഭിക്കും. ബിസിനസ് നടത്തുന്നവർക്ക് സംരംഭങ്ങൾ വിപുലീകരിക്കാനും അതുവഴി മികച്ച ലാഭം നേടാനും ഈ സമയം അനുകൂലമാണ്. തൊഴിൽ രംഗത്തും സാമ്പത്തികമായും വ്യക്തിബന്ധങ്ങളിലും ഒരുപോലെ വിജയം നേടാൻ തുലാം രാശിക്കാർക്ക് ഈ യോഗം സഹായകമാകും. വൃശ്ചികം രാശി. ഒടുവിലായി വൃശ്ചികം രാശിക്കാർക്ക് മഹാലക്ഷ്മി രാജയോഗത്തിൽ നിന്നും കാര്യമായ നേട്ടങ്ങൾ ലഭിക്കും. ഈ രാജയോഗം നിങ്ങൾക്ക് കാര്യമായ നേട്ടങ്ങൾ സമ്മാനിക്കും. ഇതുവരെ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനും കാത്തിരുന്ന ഭാഗ്യങ്ങൾ യാഥാർത്ഥ്യമാകാനും സാധ്യതയുണ്ട്. ജോലി സംബന്ധമായ യാത്രകൾക്ക് സാധ്യതയുണ്ട്. കൂടാതെ മതപരമോ മംഗളകരമോ ആയ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ലഭിക്കും. ഇത് നിങ്ങളുടെ വ്യക്തിപരമായ സന്തോഷവും കുടുംബത്തിൽ ഐശ്വര്യവും വർദ്ധിപ്പിക്കും. പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധങ്ങൾ കൂടുതൽ സ്നേഹനിർഭരവും ആഴത്തിലുള്ളതുമാകും. പ്രൊഫഷണൽ രംഗത്ത് പുരോഗതിക്ക് ഏറ്റവും ഉത്തമമായ സമയമാണിത്. ഉദ്യോഗസ്ഥർക്ക് പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കാം. ബിസിനസ്സുകാർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാം. പൊതുവെ വൃശ്ചികം രാശിക്കാർക്ക് തടസ്സങ്ങൾ നീങ്ങി ഭാഗ്യം കൈവരിക്കുന്ന ഒരു ശുഭകരമായ കാലഘട്ടമാണിത്. പ്രിയപ്പെട്ടവരെ, 2025 മെയ് 3-ന് രൂപപ്പെടുന്ന മഹാലക്ഷ്മി രാജയോഗം ഗ്രഹചലനങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. കന്നി, തുലാം, വൃശ്ചികം എന്നീ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നേട്ടങ്ങൾ, തൊഴിൽപരമായ വളർച്ച, മെച്ചപ്പെട്ട വ്യക്തിബന്ധങ്ങൾ തുടങ്ങി ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഈ രാജയോഗം അസാധാരണമായ ഭാഗ്യവും സമൃദ്ധിയും കൊണ്ടുവരും. ഈ മഹാഭാഗ്യയോഗത്തിന്റെ പൂർണ്ണമായ അനുഗ്രഹം ഏവർക്കും ലഭിക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭകരമായ ഭാവിക്കായി കാത്തിരിക്കുക.